എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രവാസികളും കുടുംബത്തിനും സമ്പൂർണ്ണ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ നോർക്ക കെയർ പ്ലസിനെ പറ്റിയാണ്. പ്രവാസി മലയാളികൾക്കും അവരുടെ കുടുംബത്തിനും ഏറെ ഉപകാരപ്രദമായ നോർക്ക കെയർ പ്ലസ് പ്രവാസി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രധാന വിവരങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ചികിത്സാ ചെലവുകൾ അടിക്കടി കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രവാസി കുടുംബങ്ങൾക്ക് നന്നായി പരിഗണിക്കാവുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണിത്. നിങ്ങൾ ചേരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നോർക്ക കെയർ പ്ലസിൽ ലഭിക്കുന്ന പ്രധാന പരിരക്ഷകൾ, അതായത് എന്തൊക്കെ കിട്ടും നിങ്ങൾക്ക് എന്നുള്ളതാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ആരോഗ്യ ഇൻഷുറൻസ്. അത് ഗ്രൂപ്പ് മെഡിക്കൽ കവറാണ്, ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. 5 ലക്ഷം മുതൽ 1 കോടി വരെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ലഭ്യമായ തുകകൾ 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷം, 1 കോടി വരെ അതുണ്ട്. 18 വയസ്സ് മുതൽ 70 വയസ്സുള്ള ആളുകൾക്ക് അംഗമാകാം ഇതിൽ. 80 വയസ്സിന് മുകളിലുള്ള നിങ്ങളുടെ മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ അവരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള സൗകര്യമുണ്ട്. പിന്നെ നിങ്ങളുടെ ചെറിയ കുട്ടികളോട്ട് 25 വയസ്സ് വരെയുള്ള കുട്ടികളെ അധിക എൻറോൾമെന്റ് ഫീസ് അടച്ച്, അത് ശ്രദ്ധിക്കണം, അധിക എൻറോൾമെന്റ് ഫീസ് അടച്ച് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഇപ്പം നിലവിൽ നിങ്ങൾക്ക് രോഗമുണ്ട്, എന്നാലും നിങ്ങൾക്ക് പദ്ധതിയിൽ ചേരാം. പ്രത്യേകിച്ച് മെഡിക്കൽ ചെക്കപ്പോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ആവശ്യമില്ല, നിങ്ങൾക്ക് ചേരാൻ സാധിക്കും. കോപ്പേ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത. കേരളത്തിലും ഇന്ത്യയിലുടനീളമുള്ള നെറ്റ്വർക്ക് ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം ലഭ്യമാണ്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം, അപകട ഇൻഷുറൻസ് GPA, ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് എന്ന് പറയുന്ന പദ്ധതിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈമറി മെമ്പറായ NRKയ്ക്കും കാർഡ് ഉടമയ്ക്ക് GPA പരിരക്ഷ. 5 ലക്ഷം GMC തിരഞ്ഞെടുക്കുന്ന ഒരു അംഗത്തിന് 10 ലക്ഷം GPA കിട്ടും. 10 ലക്ഷം തിരഞ്ഞെടുക്കുന്ന ലക്ഷം മുതൽ 1 കോടി വരെ GMC തിരഞ്ഞെടുക്കുന്ന അംഗത്തിന് അതേ തുകയ്ക്കുള്ള GPA പരിരക്ഷ കിട്ടും. സ്ഥിരമായ ഭാഗ്യമായോ ശാരീരിക വൈകല്യങ്ങളോ മറ്റോ കിട്ടിയ 100% ഇൻഷുറൻസ് വരെ പരിരക്ഷയുണ്ട്. ബോഡി റിപ്പാട്രിയേഷൻ ഇന്ത്യയിൽ 25,000 രൂപയും വിദേശത്ത് നിന്നാണെങ്കിൽ 50,000 രൂപയും വരെ നിങ്ങൾക്ക് ലഭ്യമാവും. ഇനി ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം എൻറോൾമെന്റ് കാലയളവാണ്. എൻറോൾമെന്റ് ആരംഭിക്കുന്നത് ഇന്ന് 18 തീയതി ഓഗസ്റ്റ് 2026 5 മണിക്ക് ചീഫ് മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടെ ഇത് ആരംഭിക്കും. സെപ്റ്റംബർ 18, 2026 വരെ ഒരു മാസമാണ് കാലയളവ്. ഇത് 2026 മുതൽ 14 ഏപ്രിൽ 2027 വരെയാണ് ഇതിന്റെ പീരീഡ് കേട്ടോ. ക്ലെയിം വെയിറ്റിംഗ് പീരീഡ് എൻറോൾമെന്റ് തീയതി മുതൽ 30 ദിവസമുണ്ട്. നിലവിൽ പ്രവാസികളായിരിക്കുന്നവർക്ക് എൻറോൾമെന്റ് അവസാനിച്ചതിന് ശേഷം പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ലെന്ന് അറിയിപ്പിൽ വളരെ വ്യക്തമായിട്ട് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള പ്രവാസികളുടെ ഒരു റിക്വസ്റ്റ് ഗവൺമെന്റിനോടുള്ള. ഇനി നോർക്ക കെയർ പ്ലസ് പ്രധാന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 ലക്ഷം മുതൽ 1 കോടി വരെ GMC നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. 10 ലക്ഷം മുതൽ 1 കോടി വരെ GMC തിരഞ്ഞെടുക്കുന്നവർക്ക് അതേ തുകയ്ക്കുള്ള GPA, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, GPA പരിരക്ഷ നിങ്ങൾക്ക് കിട്ടും. ആക്സിഡന്റ് ഇൻഷുറൻസ് കിട്ടും. 18 മുതൽ 70 വയസ്സുള്ള പ്രവാസികൾക്ക് അംഗമാവാം. 80 വയസ്സ് വരെയുള്ള മാതാപിതാക്കന്മാരെ ഉൾപ്പെടുത്താം. പരമാവധി 5 കുട്ടികളെ വരെ അധിക എൻറോൾമെന്റ് ഫീസ് നൽകി ഉൾപ്പെടുത്താം. 5 കുട്ടികളെ വരെ പറ്റുള്ളൂ കേട്ടോ. നിലവിലുള്ള രോഗമുള്ളവർക്കും പദ്ധതിയിൽ ചേരാം. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കോപ്പേ ഇല്ല. ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ളതും ശേഷമുള്ളതുമായ ചികിത്സ ചെലവുകൾക്ക് 5,000 രൂപ വരെ റീഇംബേഴ്സ്മെന്റും കിട്ടും. ആയുർവേദ, യോഗ, ന്യൂറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി തുടങ്ങിയ ആയുഷ് ചികിത്സകൾക്ക് വർഷത്തിൽ 50,000 വരെ പരിരക്ഷയുണ്ട്. ഇതിലൊരു പ്രത്യേകത മറ്റൊന്ന്, ഡെന്റൽ കണ്ണ് സംബന്ധമായ ചികിത്സകൾക്കും നിശ്ചിത വ്യവസ്ഥകൾക്ക് വിധേയമായി ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതൊന്ന് വായിച്ചു നോക്കണം നിങ്ങൾ. ആശുപത്രിയിൽ പ്രവേശിച്ച് ചികിത്സയ്ക്ക് കുറഞ്ഞത് 24 മണിക്കൂർ അഡ്മിഷൻ ആവശ്യമാണ്. അതായത് ഇൻപേഷ്യന്റ് ആയിരിക്കണം. ഡേ കെയർ ചികിത്സകൾക്ക് പ്രത്യേക വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ 658 ആശുപത്രികൾ, ഇന്ത്യയിലെ 24,000-ലധികം ആശുപത്രികളിലും ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം ലഭ്യമാകുന്ന നെറ്റ്വർക്ക് ഉണ്ട്. നെറ്റ്വർക്ക് ആശുപത്രികൾക്ക് പുറത്തുള്ള ചികിത്സയ്ക്ക് നിശ്ചിത നടപടിക്രമം പാലിച്ച് റീഇംബേഴ്സ്മെന്റ് ക്ലെയിം പോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ റീഇംബേഴ്സ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാം. പോളിസി കാലാവധി കഴിഞ്ഞതിന് ശേഷം പുതുക്കി പദ്ധതിയിൽ തുടരാനുള്ള സൗകര്യമുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ തിരിച്ചു വന്നാലും നിങ്ങൾക്ക് പുതുക്കി ഉപയോഗിക്കാം. അത് നിങ്ങൾ പ്രവാസി അല്ലാതായാലും നിങ്ങൾക്ക് വൺസ് ഇത് ചേരുന്ന സമയത്ത് പ്രവാസി ആയാൽ മതി, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനുകൾ. ഒന്നാമത്തെ ഓപ്ഷനുള്ള 5 ലക്ഷം
നിങ്ങൾക്ക് ഇൻഷുറൻസ് ചെയ്യാം. ആരൊക്കെ പെടും? പ്രവാസി പ്ലസ് പങ്കാളി പ്ലസ് 2 കുട്ടികൾ ഉൾപ്പെടുന്ന കുടുംബത്തിനാണ് ഇത് ചെയ്യാൻ പറ്റുക. പ്രവാസിയുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ പങ്കാളിയുടെ മാതാപിതാക്കളെയോ 5 ലക്ഷം സം ഇൻഷുർഡ് പ്ലാനിൽ ഉൾപ്പെടുത്താനും നിങ്ങൾക്ക് സാധിക്കും. മാതാപിതാക്കളുടെ പ്രായപരിധി 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ആയിരിക്കണം. ഒരു ദിവസത്തെ മുറിവാടക നഴ്സിംഗ് ചാർജ് ഉൾപ്പെടെയാണ് 5000 രൂപ വരെ കിട്ടും. ഒരു ദിവസം ICU വാടക നഴ്സിംഗ് ചാർജ് ഉൾപ്പെടെ 10000 രൂപ വരെ ലഭ്യമാവും. ഇനി ഓപ്ഷൻ 2, 10 ലക്ഷം മുതൽ 1 കോടി വരെ സം ഇൻഷുർ ചെയ്യുന്ന ആൾക്കാരുടെ, അതിലും ഇതേപോലെ പ്രവാസി പ്ലസ് പങ്കാളി പ്ലസ് 2 കുട്ടികൾ ഉൾപ്പെടുന്ന കുടുംബത്തിനാണ് ഞാൻ പറയുന്നത്. പ്രവാസികളുടെ മാതാപിതാക്കളെയോ പങ്കാളിയുടെ മാതാപിതാക്കളെയോ നമുക്ക് ഇതിലും ഉൾപ്പെടുത്താം. മാതാപിതാക്കളുടെ പ്രായപരിധി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 18 മുതൽ 80 വയസ്സ് വരെ ആയിരിക്കും. ഇതിലും അതേ സെയിം പാറ്റേൺ തന്നെയാണ്. ഒരു ദിവസത്തെ മുറിവാടക നഴ്സിംഗ് ചാർജ് ഉൾപ്പെടെ 10000 വരെയും ഒരു ദിവസത്തെ ICU വാടക 20000 രൂപ വരെയും ലഭിക്കും. മറ്റേതിൽ 5000 10000 ആയിരുന്നു, ഇതിൽ 10000 20000 ആണ് എന്നുള്ള ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇനി GPA അപകട ഇൻഷുറൻസിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. പ്രൈമറി മെമ്പർ, അതായത് നമ്മൾ ചേരുന്ന ആരാണോ ചേരുന്നത് അയാളുടെ ആ NRK ID കാർഡ് ഉടമയ്ക്കാണ് GPA പരിരക്ഷ ലഭിക്കുക, മറ്റുള്ളവർക്ക് കിട്ടില്ല. 5 ലക്ഷം രൂപ GMC തിരഞ്ഞെടുക്കുന്ന ഒരു അംഗത്തിന് 10 ലക്ഷം GPA അപകട ഇൻഷുറൻസ് ലഭിക്കും. 10 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള ആളുകൾക്കോ അവരെ സംബന്ധിച്ചോളം അതേ തുകയ്ക്കുള്ള GPA ആക്സിഡന്റ് ഇൻഷുറൻസ് കിട്ടും. ഇനിയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, എന്നാലും ഒന്ന് എഴുതിയാം. ബോഡി റിപ്പാട്രിയേഷൻ ഇന്ത്യയിലാണ് 27000, വിദേശത്താണ് 50000 കിട്ടും. സ്ഥിരമായോ ഭാഗികമായോ ഉള്ള ശാരീരിക വൈകല്യത്തിന് 100% സം ഇൻഷുർഡ് വരെ പരിരക്ഷ കിട്ടും. അത് വലിയൊരു കാര്യമാണ്. ഇനി നോർക്ക കെയർ പ്ലസിന്റെ എൻറോൾമെന്റ് ഫീ ചാർട്ട്, അതായത് ഇതിൽ 18% GST ഉൾപ്പെടെയുള്ള എൻറോൾമെന്റ് ഫീസാണ്. അപ്പോൾ ഫാമിലി ഉള്ള ആൾക്കാർക്ക്, ഫാമിലി നേരത്തെ ഞാൻ പറഞ്ഞു, അത്തരത്തിലുള്ള ആൾക്കാർ 5 ലക്ഷമാണോ 10 ലക്ഷമാണോ, നിങ്ങൾ ഏതാ 20 ലക്ഷമാണോ 25 ലക്ഷമാണോ എന്താണ് തിരഞ്ഞെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം ഇതിൻ്റെ ഇൻഷുറൻസ് പരിരക്ഷ ചെയ്യുന്നത്. ഇതിലൊരു കാര്യം ഗവൺമെന്റിനുള്ള നമുക്ക് ഇതിലൊരു അഭിപ്രായ വ്യത്യാസം ഗവൺമെന്റിനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇതിൽ ചേരാനായിട്ടുള്ള മറ്റു വ്യവസ്ഥകൾ മാറ്റണം. നമ്മൾ അത് തിരിച്ചു വന്നാലും ചേരാൻ പറ്റണം. ഇനിയുള്ളത് ഒരു കുടുംബത്തിന് ചേരുമ്പോഴോ 9833 പിന്നെ 13829, പിന്നെ 15231, അങ്ങനെ പല ഇതിലായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാനത് മുഴുവൻ വിശദീകരിക്കുന്നില്ല. എന്നാലും പല പല ഘട്ടങ്ങളിൽ ഇൻഷുറൻസ് നിങ്ങൾ അത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം എത്രയാണ് വരിക എന്നുള്ളതൊക്കെ. അപ്പോൾ അതായത് 20 ലക്ഷത്തിനുള്ളതല്ല 25 ലക്ഷത്തിന്റെ പ്രീമിയം ആവുക. അത് നിങ്ങൾ ചേരുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. അതിൽ ഓരോന്നും ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ വളരെ വ്യക്തമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക അത് എന്താണെന്നുള്ളത്. കാരണം ഇത് മുഴുവൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും. അപ്പം അത് നിങ്ങൾ നോക്കിയാൽ മതി. ഓരോന്നിനും പ്രീമിയം വ്യത്യാസമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക. ഇനിയുള്ളത് നോർക്ക കെയർ പ്ലസിൽ എങ്ങനെ എൻറോൾ ചെയ്യാമെന്നുള്ളത് 5 മണിക്ക് ശേഷമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. ഒന്ന് മൊബൈൽ ആപ്പ് തുറന്ന് NRK ID നിങ്ങൾ നൽകുക. മൊബൈൽ ആപ്പിലാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ, ഇമെയിൽ, വാട്സപ്പിലേക്ക് വരുന്ന OTP വരും. നിങ്ങൾ അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. നിങ്ങൾക്ക് OTP ലഭ്യമല്ല എന്ന് വിചാരിക്കാം. അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ മൊബൈൽ നമ്പർ നൽകുകയും OTP ഉപയോഗിച്ച് വെരിഫൈ ചെയ്യുകയും ചെയ്യുക. 3, മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത ശേഷം ശ്രദ്ധിക്കണം, NRK ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ഉപയോഗിച്ച് വെരിഫൈ ചെയ്യുക. 4, സ്ക്രീനിൽ കാണിക്കും നിങ്ങൾക്ക് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പിച്ച ശേഷം മാത്രം സേവ് ചെയ്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. 5, ആവശ്യമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത ശേഷം 5 ലക്ഷം തൊട്ട് 1 കോടി വരെയുള്ള എത്രയാണോ നിങ്ങൾ ഇൻഷുറൻസ് ചേരുന്നത്, ഓപ്ഷൻ ഏതാണോ അതെല്ലാം തിരഞ്ഞെടുക്കുക, കറക്റ്റ് ചെയ്യുക. 6, സെൽഫ് ഓൺലി ഫോർ ഫാമിലി പോളിസി / സെൽഫ് പ്ലസ് പാരൻസ് എന്നിവയിൽ അനുയോജ്യമായത് നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് തിരഞ്ഞെടുക്കുക. കുടുംബങ്ങളുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ തുടങ്ങിയ വിവരങ്ങൾ നൽകി ആഡ് മെമ്പർ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. ഇനി ഫാമിലി മെമ്പേഴ്സിൽ 8ാമത്തെ കാര്യം, ഫാമിലി മെമ്പേഴ്സിൽ ഓരോരുത്തരുടെയും തെരഞ്ഞെടുത്ത് നോമിനി വിവരങ്ങൾ പൂരിപ്പിക്കുക, അത് ചെയ്യണം. 9, നോമിനിയുടെ മൊബൈൽ നമ്പർ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യുക. മെയിൽ ID നിർബന്ധമല്ല, പക്ഷെ മെയിൽ ID കൊടുക്കണം എന്നാണ് ഞാൻ പറയുക. കാര്യം മെയിൽ ID കൊടുക്കാണ്ട് മിസ്സൗട്ടായിട്ട് പോകരുത്.
അപ്പോൾ 10 കാര്യങ്ങൾ കഴിഞ്ഞു. എൻറോൾമെന്റ് ഫീസ് പരിശോധിച്ചു നമ്മൾ. ഇനി 11 ആവശ്യമെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഉപയോഗിച്ച് എൻറോൾമെന്റ് ഫീയുടെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം. അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. 12 തിരഞ്ഞെടുക്കുന്ന ഇൻഷുറൻസ് എത്രയാണ്, സം ഇൻഷുറൻസ് എത്രയാണ്, പോളിസി കവറേജ് എത്രയാണ്, കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ എന്നിവ പരിശോധിച്ച് നിങ്ങൾ ഉറപ്പാക്കുക എല്ലാം കറക്റ്റ് തന്നെയാണോ എന്നുള്ളത് ഉറപ്പാക്കുക. 13 പ്രൈവസി പോളിസി, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതെല്ലാം വായിച്ച ശേഷം ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യണം. 14 കൺഫേം ആൻഡ് പേ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ഗേറ്റ് വേയിലേക്ക് പോവും. അവിടെ ചെന്ന് നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ HDFC ബാങ്ക് ഗേറ്റ് വേ ഉപയോഗിക്കുന്നവർക്ക് സർവീസ് ചാർജ് ബാധകമല്ല എന്നുള്ളതുണ്ട്. ഫെഡറൽ ബാങ്കിങ് ഗേറ്റ് വേ ഉപയോഗിക്കുന്നവർ 2% സർവീസ് ചാർജ് ഈടാക്കുന്നതായിട്ട് അറിയിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യണം. അതിൽ ഇനി വേറൊരു ഓപ്ഷൻ ഉണ്ട്, UPI ഉണ്ട്, ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്സ് അവൈലബിൾ ആണ്, ഇന്ത്യൻ ഇന്റർനാഷണൽ നെറ്റ് ബാങ്കിങ് അവൈലബിൾ ആണ്, ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷനും നിങ്ങൾക്ക് ഉപയോഗിക്കാം പണമടയ്ക്കാനായിട്ട്. പേയ്മെന്റ് 17ാമത്തെ കാര്യം, പേയ്മെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിന് ശേഷം ബാക്ക് ബട്ടൺ അമർത്തുകയോ സ്ക്രീൻ ക്ലോസ് ചെയ്യുകയോ ഇന്റർനെറ്റ് ഡിസ്കണക്ട് ചെയ്യുകയോ ചെയ്യരുത്. ഇതെല്ലാവരും പലപ്പോഴും ചെയ്യാറുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അടുത്തായിട്ടുള്ളത് പേയ്മെന്റ് സക്സസ്ഫുൾ ആയാൽ എൻറോൾ നൗ ക്ലിക്ക് ചെയ്ത് എൻറോൾമെന്റ് കംപ്ലീറ്റ് ചെയ്യുക. എൻറോൾമെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം കാർഡ്, പേയ്മെന്റ് റെസിപ്റ്റ് എന്നിവ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, സൂക്ഷിക്കുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ മെയിലിലേക്ക് അയച്ചിടുക, നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചിടുക, നിങ്ങളുടെ വൈഫിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ ഇതിലേക്കൊക്കെ അയച്ചിടുക വാട്സപ്പിലേക്ക്. ബാക്ക് ടു ഹോം ബട്ടൺ അമർത്തിയാൽ ഹോം പേജിലേക്ക് നിങ്ങൾ പോകും. മൊബൈൽ ആപ്പിൽ നിങ്ങളുടെ വിവരങ്ങൾ കാണാനും കാർഡ്, പേയ്മെന്റ് റെസിപ്റ്റ് എന്നിവ പിന്നീട് വീണ്ടും ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ കാർഡ് വാട്സപ്പ് പ്ലസ് ഇമെയിൽ വഴിയും നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ, അതിനുള്ള ഒരു പ്രശ്നമില്ല. പിന്നീട് കുടുംബാംഗങ്ങളുടെ വിവരങ്ങളിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മളൊരു തെറ്റായിട്ടാണ് എൻറോൾ ചെയ്തതെന്ന് വിചാരിക്കുക നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ പ്രൊഫൈലിൽ പോവുക, ഫാമിലി മെമ്പേഴ്സ് എന്ന വിഭാഗത്തിൽ പ്രവേശിച്ച് ആവശ്യമായ മെമ്പറെ തിരഞ്ഞെടുക്കുക. അതിൻ്റെ എഡിറ്റ് എന്ന അവിടെ ഒരു ഐക്കൺ വരും, അത് ക്ലിക്ക് ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ തിരുത്ത് വരുത്തി സേവ് ചെയ്യുക. അപ്പോൾ ആ പ്രശ്നം കഴിഞ്ഞു. ഇനി നോർക്ക കെയർ പ്ലസിൽ ക്ലെയിം എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഒരു വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ക്യാഷ്ലെസ് ക്ലെയിം ഉണ്ട്. ക്യാഷ്ലെസ് ക്ലെയിം ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാഷ്ലെസ് ക്ലെയിം ഉണ്ട് എന്നുള്ളത്. അതിൽ ഒന്ന്, ആശുപത്രിയിൽ അഡ്മിഷൻ സമയത്ത് കാർഡും ഗവൺമെന്റ് ID, നമ്മുടെ ഗവൺമെന്റ് ID, ആധാറോ എന്നിവ ആശുപത്രി ഇൻഷുറൻസ് ഡെസ്കിൽ നൽകിയിട്ട് ഈ കാര്യം ചെയ്യുക. 2, ആശുപത്രിയിൽ ഇൻഷുറൻസ് ഡെസ്ക് അഡ്മിഷനിൽ TPA എന്ന് പറയുന്ന അവിടെയുള്ള അഡ്മിഷൻ ഡോക്യുമെന്റിൽ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് അവർ ചെയ്യും സാധാരണ രീതിയിൽ. എന്നാലും ഞാൻ നിങ്ങൾക്ക് അറിയാനായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. അതിന് TPA രേഖകൾ പഠിച്ചു, ക്യാഷ്ലെസ് ചികിത്സയ്ക്ക് ആവശ്യമായ ഓതന്റിഫിക്കേഷനും എല്ലാം ചെയ്യുക. തുടർന്ന് ക്ലെയിം സംബന്ധമായ വിവരങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അവസ്ഥ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സെയിം ആപ്പിൽ തന്നെ, വേറെ എവിടേക്കും പോകേണ്ട കാര്യമില്ല. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആവശ്യമായ രേഖകൾ ആശുപത്രിയിൽ നിന്ന് സ്വീകരിച്ച് സൂക്ഷിക്കുക. അത് ആവശ്യമാണ്, കാരണം നമുക്ക് വൺസ് അത് കിട്ടണവരെ. ക്യാഷ്ലെസ് സൗകര്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഉടനെ ഹോസ്പിറ്റലിന്റെ PROനെയോ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, 1800-2022-502 ബന്ധപ്പെടുക നിങ്ങൾക്ക് തന്നെ ഉണ്ടെങ്കിൽ. റീഇംബേഴ്സ്മെന്റ് ക്ലെയിം അടുത്ത ഓപ്ഷനാണ് നിങ്ങൾക്ക്. അടിയന്തര ഒരു സാഹചര്യം ഉണ്ടായി, നിങ്ങൾ ക്യാഷ്ലെസ് സേവനം ലഭ്യമല്ലാത്ത ആശുപത്രിയിലാണ് നിങ്ങൾ ചികിത്സ തേടേണ്ടി വന്നത്, എന്ത് ചെയ്യും? റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ചെയ്യാം നിങ്ങൾക്ക്. റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ഫോം മൊബൈൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എല്ലാം ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ്. 2, ആശുപത്രിയിലെ ഇൻഷുറൻസ് ഡെസ്കിൽ നിന്ന് റീഇംബേഴ്സ്മെന്റ് ഫോം ഫിൽ ചെയ്ത് ഡോക്ടറുടെ ഒപ്പും സീലും വാങ്ങുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടറുടെ ഒപ്പും സീലും വേണം. സീല് പലരും മേടിക്കാൻ മറക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. ഒറിജിനൽ ബിൽസ്, റിപ്പോർട്ട്സ്, പേയ്മെന്റ് റെസിപ്റ്റ്, ഡിസ്ചാർജ് സമ്മറി തുടങ്ങിയ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശേഖരിക്കുക. ഡിസ്ചാർജ് സമ്മറി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 4, ആവശ്യമായ ഒറിജിനൽ ഡോക്യുമെന്റ്സ്, അതായത് നോർക്ക ID, പോളിസി ഹോൾഡറിന്റെ ക്യാൻസൽഡ് ചെക്ക്, ഫോട്ടോ ID കാർഡ് എന്നിവ ഉൾപ്പെടുത്തി നിർദ്ദേശിച്ച മേൽവിലാസത്തിലേക്ക്, അത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ആ മേൽവിലാസത്തിലേക്ക് അയച്ചു കൊടുക്കുക. ഒരു കോപ്പി നിങ്ങൾ പറ്റുമെങ്കിൽ സോഫ്റ്റ് കോപ്പി ഒരെണ്ണം സൂക്ഷിച്ചു വെക്കുക. ഹാർഡ് കോപ്പി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, സോഫ്റ്റ് കോപ്പി സൂക്ഷിച്ചു വെക്കുക. മൊബൈൽ ആപ്പിലെ ക്ലെയിം സ്റ്റാറ്റസ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക, ഉറപ്പുവരുത്തുക. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾ ആ ടോൾ ഫ്രീ നമ്പർ 1800-2022-502 വിളിക്കുക. ടോൾ ഫ്രീ സേവനം 24 മണിക്കൂർ ലഭ്യമാണ് എന്നുള്ളതാണ് നോർക്ക അറിയിച്ചിരിക്കുന്നത്.
ഇനി റീഇംബേഴ്സ്മെന്റ് ക്ലെയിം സംബന്ധിച്ച രേഖകൾ സാധാരണ ഡിസ്ചാർജ് ഡേറ്റ് മുതൽ 30 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം. അത് ഒരു മാസത്തിനുള്ളിൽ, ഒരു മാസം 31 ദിവസമുള്ള മാസം ഉണ്ടാവും, അത് നോക്കരുത്, 30 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം നിങ്ങൾ. ഇനി നോർക്ക കെയർ പ്ലസ് ക്ലെയിം സെറ്റിൽമെന്റ് 31/7/2026 വരെയുള്ള കണക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇപ്പൊ ഇത് നോർക്ക കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുമ്പ്, അതെങ്ങനെയാണെന്ന് നോക്കാം. ക്ലെയിം സെറ്റിൽമെന്റ് 31,660 കേസസ് വന്നു, റിജക്ഷൻ 374 ചെയ്തിട്ടുള്ളൂ. ക്ലെയിം ചെയ്ത് ഇതേവരെ കൊടുത്തിരിക്കുന്ന 227 കോടി രൂപയാണ്. റിജക്റ്റഡ് ക്ലെയിം 1.42 crore ആണ്. അതായത് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഈസ് 99.38%. ഇറ്റ് ഇസ് എ ഹ്യൂജ് തിങ്. അപ്രീഷിയേറ്റ് ചെയ്യാണ്ട് പറ്റില്ല നോർക്കെ, അത്ര നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ജില്ലാതല എൻറോൾമെന്റ് സപ്പോർട്ടിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, തിരുവനന്തപുരത്തെ 9249548301 എന്ന നമ്പറിൽ പോവാം. കൊല്ലത്ത് 9249548302 പോവാം. പത്തനംതിട്ടയുണ്ട്, ആലപ്പുഴയുണ്ട്, കോട്ടയുണ്ട്, എല്ലാം വായിക്കുന്നില്ല ഞാൻ, നിങ്ങൾക്ക് അത് നോക്കാം. എറണാകുളം ഉണ്ട്, തൃശ്ശൂർ എൻ്റെ ജില്ല ആയതുകൊണ്ട് എന്തായാലും പറയാം, 92-495-48-308. പാലക്കാട് എൻ്റെ തൊട്ടടുത്ത ജില്ലയാണ്, 92-495-48-309. പിന്നെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും കിട്ടിയില്ല നിങ്ങൾക്ക് ഇത് എസ്കലേറ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ പറഞ്ഞുതരാം, 9249548315. ഇനി ഹെൽപ്പ് ലൈൻ നമ്പർ നേരത്തെ ഞാൻ പറഞ്ഞു, ഹെൽപ്പ് ലൈൻ നമ്പർ പല നമ്പറുകളുണ്ട്. അതിൽ 180020222501 ആൻഡ് 1860419141. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി, ഇനിയും കൂടുതൽ കാര്യമാണ് നോർക്ക കെയർ പ്ലസ് .akshayaguru.group.net.in എന്നുള്ളത്, അല്ലെങ്കിൽ norkaroots.kerala.gov.in പോയാലും നിങ്ങൾക്ക് കിട്ടും. ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ പറഞ്ഞത് നോർക്ക കെയർ പ്ലസിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്, ഗവൺമെന്റ് തന്നിട്ടുള്ള ആപ്ലിക്കേഷനിലും മറ്റുള്ളതിലും തന്നിട്ടുള്ളതിനനുസരിച്ചിട്ടാണ്. ഇതിലെ പ്രീമിയം, എലിജിബിലിറ്റി, വെയിറ്റിംഗ് പീരീഡ്, ക്ലെയിം കണ്ടീഷൻസ്, കവറേജ് ലിമിറ്റ്സ്, ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് തുടങ്ങിയ എല്ലാം പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷനിന് വിധേയമായിരിക്കും കേട്ടോ. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കാൻ നിങ്ങൾ എന്തായാലും ചെയ്യണം. വായിച്ചു നോക്കാണ്ട് പോകരുത്, അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കഴിയുക. പ്രവാസി കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു നല്ലൊരു കാര്യമാണ് ഈ നോർക്ക കെയർ പ്ലസ് എന്ന് പറയുന്ന അഡ്വാൻസ് വേർഷൻ. നിങ്ങളെല്ലാം ചേരണം. അതിൽ ചേർന്ന് നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമുക്ക് നമ്മുടെ ഹെൽത്തിനും എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് കൊണ്ട് നിങ്ങളത് ഉറപ്പ് വരുത്തണം എന്ന് ഞാൻ മാത്രം പറയുകയാണ്. കാരണം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. ഇത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത് പരമാവധി ഷെയർ ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, പരമാവധി ആൾക്കാരെ ഇതിൽ എൻറോൾ ചെയ്യിപ്പിക്കാനായിട്ട് ഓരോ പ്രവാസിയും ശ്രമിക്കുക. ഇത്ര മാത്രമേ പറയുള്ളൂ. നന്ദി, നമസ്കാരം.